ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആപ്ലിക് വർക്കാണ്. പല രീതിയിലും നമുക്ക് ആപ്ലിക് വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കുട്ടികളുടെ ഉടുപ്പിൽ എങ്ങനെയാണ് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ആപ്ലിക് വർക്ക് ചെയ്യണമെന്നാണ്. നമുക്കിതുപോലെ തന്നെ നമുക്ക് പ്ലെയിൻ ടീഷർട്ടിലും ഫ്രോക്കിലെല്ലാം ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു ആപ്പിളിൻ്റെ ഷേപ്പിലാണ് അത് കട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് പേപ്പർ അല്ലാണ്ട് നമുക്ക് ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം. ഇനി ഈ ഒരു ഷേപ്പ് നമ്മൾ തുണിയിൽ വെച്ച് വെട്ടിയെടുത്ത് അത് നമ്മൾ ടോപ്പിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യാൻ പോകുന്ന ആപ്ലിക് വർക്ക്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കാം. ഇനി ഇത് നമ്മളൊരു തുണിമ ഇതുപോലെ വെച്ചിട്ട് വരച്ചു കൊടുക്കും. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ റെഡ് കളർ തുണിയാണ്. ഇതിന് 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടി കട്ട് ചെയ്ത് തോന്നാൻ വേണ്ടിയാണിത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഇത് ഇതുപോലെ തന്നെ കറക്റ്റ് ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക് വർക്കാണ്. ഇത് നമുക്ക് പ്ലെയിൻ ടീഷർട്ടും ഡ്രസ്സും എല്ലാം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ താഴെയായിട്ട് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് എവിടെയാണ് വെക്കേണ്ടത് അതിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി അതിൻ്റെ ഇരുവശം ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇത് പറഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ 2-3 സെക്കൻഡ് കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായി ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളിതുപോലത്തെ ഒരു സ്റ്റെം സ്റ്റിച്ചാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ അരിക് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇതിൻ്റെ ചുറ്റും ഇതുപോലെ തന്നെ ചെയ്യാണ്. നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു സ്റ്റിച്ച് ആകുമ്പോൾ ഇച്ചിരി കൂടി ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് തന്നെ സെയിം നമുക്ക് എംബ്രോയ്ഡറി മെഷീനിൽ ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് തയ്ക്കുമ്പോൾ സെയിം കളർ നൂല് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് നൂല് എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഇത് പുഷേൻ്റെ അല്ലൂർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ ഞാൻ 6 സ്റ്റിച്ച് സെലക്ട് ചെയ്യാം. അതിൻ്റെ ലെങ്ത്ത് 0 to 1 ഇതിലേതെങ്കിലും ഒരു മെഷർമെൻറ്റിൽ വയ്ക്കാം. ഇനി ഇതിൻ്റെ ത്രെഡ് ടെൻഷൻ 1 to 0 0.5ലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് 6 സ്റ്റിച്ചാണ്. ഇതാണ് സാധാരണ ആപ്ലിക് വർക്കിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതുപോലെ ഇതിൻ്റെ അരിക് പിടിച്ചു കൊടുത്തിട്ട് തയ്ക്കുക. ഇത് ഫുള്ളും ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്യാം. അതിന് ഇവിടെ വളയ്ക്കുമ്പോൾ സൂചി ഇതിന് പിടിക്കില്ല. അത് നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ 6 സ്റ്റിച്ച് ഫുള്ളും ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ ബാക്ക് വശം ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനടിയിൽ വേണമെങ്കിൽ ഒരു വൈറ്റ് ക്യാൻവാസ് പേപ്പർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ലീഫും സ്റ്റെമ്മും വരച്ചു കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ലീഫിന് വേണ്ടി ഇതുപോലെ ഗ്രീൻ തുണി എടുത്തിട്ട് വേണമെങ്കിൽ വെട്ടി ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു.
ഇനി നമുക്ക് അതുപോലെ ഗ്രീൻ നൂലെടുത്തിട്ട് ഞാനിവിടെ അതുപോലത്തെ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇതുപോലെ ലീഫിൻ്റെ ചുറ്റും തയ്ച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് ബെഡ്ഷീറ്റിലും ചെയ്തെടുക്കാം. അപ്പം എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്തു നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക് വർക്കാണിത്. ഇവിടെ ഞാൻ അത് ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം എങ്ങനെയാണ് ആപ്ലിക് വർക്ക് ചെയ്യണതെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പം എല്ലാവരും ഈ ഒരു സിമ്പിളായിട്ടുള്ള ആപ്ലിക് വർക്ക് ചെയ്ത് നോക്കാം. എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.